കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവരും ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ കേട്ടതാ അബി. ഇവര് ആരാണെന്നാ ചോദിച്ചാ? ഇപ്പൊ എന്തിനാ അബി അവരുടെ പേരൊക്കെ പറയുന്നത്? ഏട്ടത്തിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തിനാ ഞങ്ങൾ അറിയുന്നേ? നിങ്ങളെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചു വന്നതാ. ഇപ്പൊ ഇറങ്ങുവാ. ഞങ്ങൾ പോയിട്ട് വരാം ഏട്ടാ. ഞങ്ങൾ പോകുന്നേ ഏട്ടത്തി. വസുവേട്ടത്തേക്ക് നല്ലൊരു പണിയാണല്ലോ കൊടുത്തത്. ഞാൻ സത്യമായിട്ടും പറയാം അമ്മേ, ഞാൻ ആരോടും ആഭരണത്തിന്റെ കാര്യം പറഞ്ഞിട്ടേയില്ല. നീ പറഞ്ഞില്ലെങ്കി അന്ന് ആ ഗ്രാമത്തിൽ വെച്ച് നടന്ന കാര്യം ഈ കോളനിയിലുള്ളവരെങ്ങനെയാ അറിഞ്ഞത്? ബസു അങ്ങനത്തെ ഒരാളല്ലേ ഇളയമ്മേ. ആവശ്യമില്ലാതെ അവളുടെ മേലെ കുറ്റം ചാർത്തരുത്. നീ കല്യാണം കഴിച്ച പെണ്ണായതുകൊണ്ട് നീ അങ്ങനെയൊക്കെ പറയും. നിന്റെ അമ്മ എത്ര നല്ല ആളാണെന്ന് നിനക്കറിയില്ലേ? അങ്ങനെ ഒരാള് മരുമകളുടെ സ്വർണ്ണൊക്കെ വാങ്ങി വെച്ചു എന്ന് കോളനിയിലുള്ളവരറിഞ്ഞ അത് വലിയ നാണക്കേടല്ലേ? ആരോ എന്തോ പറഞ്ഞതിന് വസുവിനെ കുറ്റം പറയുന്നത് നല്ലതല്ല സുമംഗലി. മരുമകളെ കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാ, എന്നാ വല്ലപ്പോഴും ഏടത്തെ കുറിച്ചും ആലോചിക്കണം. വസു പറഞ്ഞതായാലും ഇനി മറ്റാരെങ്കിലും പറഞ്ഞതായാലും നാളെ മുതൽ ഏടത്തിക്ക് ഈ കോളനിയിൽ തലയുയർത്തി നടക്കാൻ പറ്റുമോ? ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാ ഉത്തരം പറയാതിരിക്കാൻ ഒക്കുവോ? ഇവിടെയുള്ള എല്ലാവരും ഏട്ടത്തിയെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നത് ഏട്ടത്തിക്ക് എത്രമാത്രം സങ്കടമായിരിക്കും, എന്ത് അപമാനമായിരിക്കും. ജീവൻ പോലും വസുന്ധര ഒരിക്കലും അങ്ങനെ പറയില്ല. അവൾ അങ്ങനത്തെ ഒരാളായിരുന്നെങ്കിൽ അവൾ ആഭരണങ്ങൾ കൊടുക്കത്തേയില്ലായിരുന്നു. ദയവ് ചെയ്ത് വസുവിനെ തെറ്റിദ്ധരിക്കരുത്. ഭാര്യയ്ക്ക് വേണ്ടി നന്നായിട്ട് വാദിക്കുന്നുണ്ടല്ലോ അബി. ഇന്നലെ നിന്റെ അമ്മയുടെ കാൽവേദനയ്ക്ക് തൈലം തേച്ചു കൊടുത്തു. ഇന്ന് കോളനിക്കാരുടെ മുന്നിൽ വെച്ച് മാനം കെടുത്തി. നിന്റെ ഭാര്യയ്ക്ക് എന്ത് വേണേലും ചെയ്യാലോ. ആവശ്യമില്ലാതെ കുറ്റം ചാത്തിയാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാതെ നീ വേറൊന്നും പറയാൻ നിൽക്കണ്ട. നീ വിഷമിക്കാതെ മോളെ. അങ്ങനെയുള്ളവരുടെ സംസാരമൊന്നും നിന്റെ അമ്മായി വിശ്വസിക്കില്ല. ഏട്ടത്തെ വിശ്വസിച്ചില്ലെങ്കിൽ എന്റെ പ്ലാൻ മുഴുവൻ വേസ്റ്റ് ആവുമല്ലോ. ഇനി എങ്ങനെ? വസുന്ധര, യു ഡോണ്ട് വറി. ഇളയമ്മയെ പോലെ അമ്മ അങ്ങനെ തെറ്റിദ്ധരിക്കില്ല.
അയ്യടാ, എന്റെ പ്ലാന് സക്സസ്. ഈ ആഭരണങ്ങൾ നീ തന്നെ വെച്ചോളൂ. എന്താ അമ്മേ ഇത്? ഇതാരുടെയാണോ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. ഇത് അമ്മയുടെ ആഭരണം തന്നെയാ. ഇത് ഞാൻ എന്റെ അമ്മായിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ല. മരുമകളുടെ കയ്യിൽ നിന്ന് ആഭരണങ്ങൾ തട്ടിയെടുത്തു എന്നുള്ള കുറ്റം ചുമക്കാൻ എനിക്ക് വയ്യ. അവര് പറഞ്ഞ കാര്യമൊക്കെ നീ അങ്ങനെ തന്നെ വിശ്വസിച്ചോ ജയന്തി? ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സംസാരം പുറത്തു തുടങ്ങിയില്ലേ? അങ്ങനെയൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അമ്മേ. ദയവ് ചെയ്ത് ഈ ആഭരണം അമ്മ തന്നെ വെച്ചോളൂ. എന്റേതല്ലാത്തത് എന്റെ കയ്യിൽ വേണ്ട. വസുന്ധര, അമ്മയ്ക്കത് തന്നതല്ലേ? മരുമകൾക്ക് അമ്മായി ആഭരണങ്ങൾ കൊടുക്കുന്നത് കീഴ്വഴക്കമാണ്. മരുമകളുടെ കയ്യിൽ നിന്ന് അമ്മായി ആഭരണങ്ങൾ വാങ്ങുന്നത് കുറച്ചിലാണ്. മരുമക്കളുടെ മുന്നിൽ ഞാൻ തലയുയർത്തി നടക്കണമെങ്കിൽ ഈ ആഭരണം എന്റെ കയ്യിൽ വേണ്ട. പ്ലീസ് അമ്മേ, ആരും എന്തൊക്കെയോ പറഞ്ഞെന്ന് വെച്ചിട്ട്. വേണ്ടെന്ന് ഒരു തവണ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഞാൻ എന്നെങ്കിലും ഈ ആഭരണം നിന്നോട് ആവശ്യപ്പെട്ടോ? ആഭരണത്തിന് വേണ്ടി നിന്നോട് കൈ നീട്ടിയോ? അതോ എനിക്ക് താന്ന് പറഞ്ഞ് യാചിച്ചോ? നീ തന്നെയല്ലേ എനിക്ക് തന്നത്. ഇപ്പൊ നീ തന്നെ എന്നോട്. ജയന്തി, വേണ്ടേട്ടാ, എനിക്ക് ആഭരണം വേണ്ട. ഈ ആഭരണം എന്റെ കയ്യിൽ വച്ചിട്ട് ഇനി അപമാനം സഹിക്കാൻ വയ്യ. ഇത്രയും കാലം അന്തസ്സോടെ ജീവിച്ചിട്ട് ഇപ്പോ അപമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹമില്ല. എന്നെക്കുറിച്ച് നല്ല കാര്യമാണ് പറയുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ മോശമായിട്ട് സംസാരിച്ചാ ഞാനിത് സഹിക്കില്ല. അത് പുറത്തുനിന്ന് ഒരാളായാലും ശരി, വീട്ടിലുള്ളവരായാലും ശരി. മോളെ വസു, നിന്റെ അമ്മായി ഇപ്പൊ ദേഷ്യത്തില്ല. ഇപ്പൊ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ആ ആഭരണങ്ങൾ നീ തന്നെ വെച്ചോ. എടുത്തോ മോളെ, സാരമില്ല. നിന്റെ അമ്മായി ഒന്നും വിചാരിക്കില്ല. ഞാനല്ലേ പറയുന്നേ.
എടുത്ത മോളെ, കുഴപ്പമില്ല. വസുവേട്ടത്തിക്ക് പണിയായി. താങ്ക്സ് ആന്റി. മരുമകളുടെ കയ്യിന്ന് ആഭരണങ്ങൾ തട്ടിയെടുത്തു എന്നുള്ള കുറ്റം ചുമക്കാൻ എനിക്ക് വയ്യ. വേണ്ടാന്ന് ഒരു തവണ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? സോറി ഏട്ടാ. എന്തിന്? ഞാൻ കാരണം ഏട്ടന് ദിവസം തോറും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പ്രശ്നത്തിനൊക്കെ താനല്ലല്ലോ കാരണം. തന്നെ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത മനുഷ്യർക്കല്ലേ പ്രശ്നം. എന്താ ഏട്ടാ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? അമ്മയ്ക്ക് എന്റെ മേലുള്ള തെറ്റിദ്ധാരണ എല്ലാം മാറിയില്ലെന്ന് ഓർത്ത് സന്തോഷിച്ചിരിക്കുമ്പോ തന്നെ ഇപ്പതാ ഇങ്ങനൊരു പ്രശ്നം. ഞാൻ എന്തിനായിട്ടാ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോകുന്നേ? എല്ലാവരുടെ മുന്നിൽ ഞാൻ എന്തിനാ അമ്മയെ അപമാനപ്പെടുത്തണം? ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഏട്ടാ. താനല്ല പറഞ്ഞത്, വേറെ ആരോ മനഃപൂർവ്വം പറഞ്ഞു കൊടുത്തതാ. സത്യമായിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് തന്നെ വിശ്വാസാ. പക്ഷെ അമ്മ എന്നെ വിശ്വസിക്കുന്നില്ല. ഞാൻ മനഃപൂർവ്വം ഇതൊക്കെ ചെയ്തെന്ന് അമ്മ പറയുന്നേ. അമ്മ അറിയാതെ പറയുന്നതാ. സത്യം എന്നറിയുന്നോ? അന്നെല്ലാം ശരിയായി. ആദ്യം മുതൽക്ക് തന്നെ അമ്മയോട് എനിക്ക് ബഹുമാന സ്നേഹവും മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെ ഏട്ടന്റെ അമ്മയും. അങ്ങനെയുള്ള ഒരാളെ എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ തെറ്റായിട്ട് പറയില്ല. അതെനിക്കറിയാവുന്നല്ലേ. എന്നെങ്കിലും ഒരു ദിവസം അമ്മ ഇത് മനസ്സിലാക്കും. അമ്മ ഈ ആഭരണം തിരിച്ചു തന്നത് എന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. ഈ ആഭരണങ്ങളെല്ലാം അമ്മയുടെ കൈവശം ഇരിക്കേണ്ടത്. അമ്മ ഈ ആഭരണം എല്ലാം അണിയുന്നത് കാണാൻ വലിയ ആഗ്രഹത്തോടെ ഇരിക്കുമായിരുന്നു. ഉറപ്പായിട്ടും അങ്ങനെ ഒരു ദിവസം വരും. ഇപ്പൊ താൻ വിഷമിക്കണ്ട. ഈ ആഭരണങ്ങളൊക്കെ ഭദ്രമായിട്ട് എടുത്ത് അകത്ത് വയ്ക്കുക. എനിക്കറിയാതെ തന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണോ ഏട്ടാ? ഞാൻ കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? ഞാൻ അമ്മയെ വേദനിപ്പിക്കുന്നുണ്ടോ ഏട്ടാ?
അങ്ങനത്തെ ഗിൽറ്റി ഫീലിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് താൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ കാരണമല്ലേ അമ്മ ഇപ്പൊ വേദനിച്ചോണ്ടിരിക്കുന്നെ? അമ്മ വിഷമിക്കുന്നത് ഞാൻ കാരണമല്ലേ? ദേ നോക്ക്, തന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് അമ്മ അറിയുന്ന സമയത്ത് അമ്മ തന്നെ തൻ്റെ അടുത്തൊന്ന് സംസാരിച്ചോളൂ. അതുവരെ കുറച്ച് ക്ഷമയോടെ ഇരിക്കും. അതുവരെ എന്ത് സംഭവിച്ചാലും അതൊക്കെ നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ കാരണം ഏട്ടന്റെ ഈ മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ കോമൺ ആണ്. ടേക്ക് ഇറ്റ് ഈസി. നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നമ്മളത് ശരിയാക്കണം. ഒരുപക്ഷെ വേറൊരാളാണ് അതിന് കാരണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആഭരണം സൂക്ഷിക്കണം. വാവ്, നിങ്ങളുടെ ബ്രെയിൻ ആണ് ബ്രെയിൻ ആന്റി. ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് വസുവേട്ടത്തിക്ക് നല്ല പണിയല്ലേ കൊടുത്തത്. പിന്നെ ഈ സുമംഗലിയുടെ പകാന്ന് വെച്ചാ എന്തു വിചാരിച്ചു നീ? ആ ശകുനിയുടെ പക പോലെ ഞാനൊരു പിടിപിടിച്ചാലുണ്ടല്ലോ, ആ 7.5 ശനി പിടിച്ചതുപോലെ ആണടി. അതെ ആന്റി, ദാരിദ്ര്യത്തിന് ഗമ്മ് തേച്ചൊട്ടിച്ചാ എങ്ങനെ ഇരിക്കോ അതുപോലെയാണ് നിങ്ങൾ ഒട്ടിപ്പിടിക്കുന്നെ. ആ കളിയാക്കിയതോ പോഴ്ത്തിയതോ? അയ്യോ, പുകഴ്ത്തിയത് ആന്റി. അമ്മയ്ക്ക് വസുവേട്ടത്തിയോട് പോസിറ്റീവ് ഇംപ്രഷൻ വന്നെന്ന് ഭയന്നതാ ഞാൻ. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും വസുവേട്ടത്തിയുടെ ജാതകം തന്നെ മാറ്റിക്കളഞ്ഞില്ലേ? വസുവേട്ടത്തിയുടെ മേൽ അമ്മയ്ക്ക് ബാഡ് ഇംപ്രഷൻ ആക്കി കളഞ്ഞില്ലേ? ആന്റിക്ക് മാത്രമേ ഇതിനൊക്കെ കഴിയുകയുള്ളൂ. പിന്നല്ലാതെ ആ അമ്മായി മരുമോളും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്ന കരുതിയോ? ആ ശനിയിൽ നിന്ന് ഒരുപക്ഷെ രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും, പക്ഷേ ഈ സുമംഗലിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ആരെ കൊണ്ട് സാധിക്കില്ല. സത്യം ആന്റി, ആ കാര്യത്തില് നിങ്ങൾ പവർഫുൾ ആണ്. നിങ്ങളുടെ പവറിന്റെ കാര്യം പറഞ്ഞാ ആ ശനിക്ക് പോലും നിങ്ങൾ ശനി പിടിപ്പിച്ചു വെക്കും. ആ രാഹുവിനെയും കേതുവിനെയും നിങ്ങൾ ഒറ്റക്കങ്ങ് വീഴും. ആന്റി ഒന്ന് വിചാരിച്ചാ മതി, ഈ ഭൂമിയിൽ ആരും തന്നെ ഹാപ്പിയോടെ ഇരിക്കില്ല. ആന്റി അത്രയ്ക്ക് പവർഫുൾ ആണ്. നീ എന്നെ പുകഴ്ത്തുന്നതാണോ അതോ മനഃപൂർവ്വം കളിയാക്കുന്നതാണോ? ആന്റിയെ ഞാൻ എന്തിനാ മനഃപൂർവ്വം കളിയാക്കുന്നേ? നിങ്ങളുടെ ഈ ടാലന്റ് കണ്ടിട്ട് ഞാൻ മയങ്ങി നിക്കുവാ. ഇതൊക്കെ എന്ത്? ഇനിയും കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. വസുവിനെ ഞാൻ ഇനിയും കരയിക്കും, നോക്കിക്കോ. നെക്സ്റ്റ് പ്ലാൻ എന്താ ആന്റി? അവളുടെ കയ്യിലുള്ള പൂർവിക ആഭരണം അപ്പോ അത് ആന്റി എടുക്കാൻ പോവാണോ? ഞാൻ ഒറ്റയ്ക്കൊന്നും അത് എടുക്കാൻ പോകുന്നില്ലടി. നമുക്ക് തമ്മില് 50-50 ഷെയർ ചെയ്യാം. എങ്ങനെ ഷെയർ ചെയ്യൂന്നാ? വസുവിന്റെ അത് ആദ്യം അടിച്ചു മാറ്റാം. ഇംപോസിബിൾ ആന്റി. ഈ സുമംഗലിക്ക് ഇമ്പോസിബിൾ എന്ന വാക്കറിയില്ല. നിന്റെ അമ്മായിയുടെ കയ്യിലുള്ള ആഭരണം ഇപ്പൊ വസുവിന്റെ കയ്യിൽ എത്തിച്ചില്ലേ? അത് നിങ്ങൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് ശരിയാക്കി. പക്ഷേ വസുവേട്ടത്തിയുടെ അടുത്തുള്ള ആഭരണം എങ്ങനെ അടിച്ചു മാറ്റും? ഒരു കാര്യം ചെയ്യാം, അതുപോലുള്ള ആഭരണം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കാം. ആ ഡ്യൂപ്ലിക്കേറ്റ് ആഭരണം അവിടെ വെച്ചിട്ട് ഒറിജിനൽ ആഭരണം നമുക്കിങ്ങ് എടുക്കാം. അയ്യോ, ആരെങ്കിലും അത് അറിഞ്ഞാലോ? എങ്ങനെ അറിയാനാടി? പറഞ്ഞിട്ടാണോ മോഷ്ടിക്കുന്നേ? അതോ മോഷ്ടിച്ചതിന് ശേഷം പറഞ്ഞെടുക്കോ? മൂന്നാമതൊരാൾ അറിയാതെ വേണം അത് ചെയ്യാൻ. ഡ്യൂപ്ലിക്കേറ്റ് ആഭരണമാണെന്ന് വസുവേട്ടത്തി കണ്ടുപിടിച്ചാലോ? അഥവാ അവൾ കണ്ടുപിടിച്ചാലും അവളുടെ കയ്യിൽ ആഭരണം കൊടുത്തത് അമ്മായിയല്ലേ? ഒറിജിനൽ ആഭരണങ്ങൾക്ക് പകരം ഡ്യൂപ്ലിക്കേറ്റ് ആഭരണം എന്തിനാ കൊടുത്തേന്ന് വസു നിന്റെ അമ്മായിയോട് ചോദിക്കോ? ചോദിച്ചാ ജീവനോട് ഇരിക്കോ? അത് കറക്റ്റ് ആന്റി. അമളി പറ്റിയ കള്ളനെ പോലെ വസുവേട്ടത്തി മിണ്ടാതങ്ങനെ ഇരുന്നോളും. അങ്ങനല്ലടി, എന്നെങ്കിലും ഒരു ദിവസം ആ ആഭരണ കാര്യം നമ്മൾ തന്നെ എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വസുവിനെ കൊണ്ട് തന്നെ ആ ഡ്യൂപ്ലിക്കേറ്റ് ആഭരണം പുറത്തെടുത്ത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞ് വസു ഒറിജിനൽ ആഭരണം മാറ്റിയെന്നും പകരം ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിരിക്കുകയാണെന്നും നമുക്ക് പറയാലോ. വസുവിന് കണ്ണീര്, നമുക്ക് സന്തോഷത്തിന് മേലെ സന്തോഷം. വാവ്, വേഗം ആഭരണം നമുക്ക് അടിച്ചു മാറ്റാം. വസുവേട്ടത്തെ കരയുന്നത് കാണാൻ കൊതിയാവുന്നു.
ധൃതി കൂട്ടല്ലേ, ഞാനിവിടെ അല്ലേ, എല്ലാം ശരിയാക്കാം. ആ. ഉം. അല്ല, ഇക്കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കോളനിയിൽ എല്ലാരും ഇതാ സംസാരിക്കുന്നേ. ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? അതോ എന്റെ എഴുത്തി മരുമകളുടെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നെന്നാണോ സംസാരിക്കുന്നേ? ചിലർ അങ്ങനെയും പറയുന്നുണ്ട്, ചിലർ ഇങ്ങനെയും പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നവരോട് ഈ കാര്യം പറഞ്ഞ നാക്ക് ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറയണം. എന്താണോ എന്തോ വസു പറഞ്ഞു എന്നാ ചിലരൊക്കെ പറയുന്നത്. നീയാ പറഞ്ഞെന്ന് ആ കമല എന്നോട് പറഞ്ഞു വസു. ജയന്തി, ഏട്ടനെത്തിയോ? വാ. എന്താ ജയന്തി, ദേഷ്യത്തിലാണോ? പുതിയ മരുമകൾ ചെയ്ത കാര്യത്തിന് ദേഷ്യപ്പെടാതെ ഞാൻ സന്തോഷിച്ചിരിക്കുമെന്ന് വിചാരിച്ചോ? ഇന്നലെ അവള് കുറച്ചു നേരം എന്റെ കാല് തിരുമിയെന്നും പറഞ്ഞ് അവള് ഭയങ്കര നല്ലവളാ, അവളെ പോലെ വേറൊരാൾ ഇല്ലെന്നും പറഞ്ഞ് തലേക്കേറ്റി വെച്ചിരുന്നല്ലേ. നിങ്ങളുടെ വാക്കും കേട്ട് ഞാൻ അവളുടെ കാര്യത്തില് തെറ്റ് ചെയ്തു പോയല്ലോ എന്നും അവളെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിരുന്നോ എന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കായിരുന്നു. എന്ന വസു കാണിക്കുന്നതെല്ലാം വെറും വേഷം കെട്ടാണെന്നും നിങ്ങളെ വശത്താക്കുന്നതിന് വേണ്ടി അവൾ അഭിനയിച്ചതാണെന്നും ഇന്നെനിക്ക് മനസ്സിലായി. അവളുടെ യഥാർത്ഥ രൂപം എനിക്കിന്ന് പിടികിട്ടി. എന്തോ ഭാഗ്യം, നിങ്ങളെപ്പോലെ ഞാനും അവളെ തലകേറ്റി വെച്ചില്ല. ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടാ വസുവിനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? ഇനി എന്തൊക്കെ സംഭവിക്കാനാ? ആ ആഭരണം വേണോന്ന് ഞാൻ ചോദിച്ചോ? അവളായിട്ട് തന്നതല്ലേ. ആ കാര്യം നാട് മുഴുവൻ അറിയിക്കണം. എല്ലാവരുടെ മുന്നിൽ എന്നെ താഴ്ത്തി കെട്ടണോ? വസു എന്തിനാ അങ്ങനെ പറയാൻ പോന്നേ? അവള് പറഞ്ഞില്ലെങ്കിൽ കോളനിക്കാരെങ്ങനെയാ ഈ കാര്യം അറിഞ്ഞത്? അവർക്കെന്താ ദിവ്യശക്തി ഉണ്ടോ ആരും പറയാതെ ഈ കാര്യം അറിയാനായിട്ട്? ഞാൻ അറിഞ്ഞിടത്തോളം വസു അങ്ങനെ ഒരു പെണ്ണല്ല ജയന്തി, വേറെ ആരോ പറഞ്ഞു കൊടുത്തതാ. അങ്ങനെ തന്നെ ഏട്ടാ, നിങ്ങൾ അവളുടെ വലയത്തിൽ വീണു കഴിഞ്ഞു. അതുകൊണ്ടാ അവൾ എന്ത് ചെയ്താലും നിങ്ങളുടെ കണ്ണിൽ തെറ്റായിട്ട് തോന്നാത്തെ. പുറത്തുള്ള ആളുകളുടെ മുന്നില് അവൾ നിങ്ങളുടെ ഭാര്യയെ അപമാനിച്ചു. എന്റെ മാനവാ നഷ്ടപ്പെട്ടത്. അവളെന്തോ വലിയ ത്യാഗം ചെയ്തതുപോലെയും ഞാനെന്തോ ബോധമില്ലാത്തവളാണെന്നും എല്ലാവരുടെ മുന്നിൽ എന്നെ ചിത്രീകരിച്ചിരിക്കാം. നീ അവളെ തെറ്റിദ്ധരിച്ചിരിക്കുക ജയന്തി. ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ല ഏട്ടാ. ഏട്ടനാ അവളെ ഇപ്പോഴും മനസ്സിലാവാത്തത്. ആ വസു പുറത്ത് കാണുന്ന പോലെ അത്ര നല്ലവളൊന്നും അല്ല. അവള് സ്വന്തം കാര്യം നോക്കുന്നോളാ. നല്ലൊരു പേര് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും അവളെ ഉയർത്തി പറയണമെന്നും പുകഴ്ത്തണമെന്നും ഒക്കെ അവളുടെ ആശ. ഞാൻ അവളോട് ആഭരണം വേണോന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ കാര്യങ്ങൾ നോക്കണമെന്നും പറഞ്ഞില്ല. എന്റെ മകനെ കഷ്ടപ്പെടുത്താതെ അവന്റെ കാര്യങ്ങളെല്ലാം നന്നായി ശ്രദ്ധിച്ച് ഒരു നല്ല ഭാര്യയായിരിക്കാൻ മാത്രമാ പറഞ്ഞത്. അവള് മനസ്സിലൊന്നും വെച്ചിരിക്കില്ലെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതുകൊണ്ടാ ഇന്നെല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്റെ മാനവും കളഞ്ഞ് അവളുടെ പക തീർത്തത്.